ബൈബിളും കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ബൈബിളും കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അടിച്ചിരിക്കും. ക്രൈസ്തവ വിരോധികൾ നമ്മളെ അടിച്ചിരിക്കും. ക്രൈസ്തവ വിരോധികൾ എന്ത് പറയുന്നോ അതിനെ ഫുൾ സപ്പോർട്ടാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു പിന്നാലെ സംസ്ഥാനത്ത് നിരവധി കന്യാസ്ത്രീകൾക്കും സുവിശേഷ പ്രസംഗകർക്കുമെതിരെ ബജ്രംഗ് ദളിൻ്റെയും തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിൻ്റെയും അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്നോടൊപ്പം ഇപ്പോഴുള്ളത് ഈ അതിക്രമം നടന്ന ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ദുർഗ് ജില്ലയുടെ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് പാസ്റ്റർ വിനോദ് തന്നെ വ്യക്തമാക്കും. നിലവിൽ എന്താണ് സ്ഥിതി? സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കേരളത്തിലൊക്കെ നടത്താറുണ്ടല്ലോ, അതിന് സമാനമായി നടത്തുന്നതിൽ ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ആര് ബാൻ ചെയ്തു? ഗവൺമെൻറ്. ഓപ്പൺ ഗ്രൗണ്ടിൽ നമുക്ക് ഒരു മീറ്റിങ്ങും ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ ഗ്രൗണ്ടിൽ ഇപ്പം ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ? ക്രിസ്ത്യാനികൾക്ക് മാത്രം. പോൾ ദിനകരൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ജഗദൽപൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ക്രൈസ്തവ വിരോധികൾ കളക്ടർക്ക് ലെറ്റർ കൊടുത്ത അനുസരിച്ച് പെട്ടെന്ന് തന്നെ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം പറഞ്ഞു ഞങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്യുന്നില്ല, ചർച്ചിനകത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തില്ല. ചേട്ടൻ എത്ര വർഷമായി ഛത്തീസ്ഗഡിലുണ്ട്? എന്താണ് ചെയ്തു വരുന്നത്? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞാൻ 25 വർഷമായിട്ട് ഇവിടെ സുവിശേഷകനായിട്ടിരിക്കുന്നു. നമ്മൾ കൂടുതലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന യൗവനക്കാരോട് നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ജീവിതം മാറ്റുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് വരുവാനുമുള്ള ആഹ്വാനമാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനേക യൗവനക്കാരെ പുതിയൊരു ജീവിതത്തിലേക്ക്. ഈ ക്രൈസ്തവ സുവിശേഷ പ്രസംഗങ്ങൾക്ക് ഇപ്പോഴുള്ള തടസ്സം ഗവൺമെൻറ്റിൻ്റെ ഓർഡർ. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു? മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വീടുകളിൽ ചെറിയ ഗ്രൂപ്പുകൾ, ഒരു കോളനിയിലുള്ള വിശ്വാസികൾക്ക് കൂടി വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പൊതുവിൽ നമുക്ക് മ്യൂസിക്കൽ പ്രോഗ്രാംസും സുവിശേഷ മീറ്റിങ്ങുകളും യോഗങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സഭയ്ക്കകത്തോട്ട് നോൺ ക്രിസ്ത്യൻ ആൾക്കാർക്ക് ആർക്കെങ്കിലും വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സഭയ്ക്ക് ഉള്ളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നു. നിർബന്ധിത മതപരിവർത്തനമല്ല. അല്ല, ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടത്താൽ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഒരു നോൺ ക്രിസ്ത്യന് ഇവിടെ വിവിധ ജാതിയിൽ എന്താ സ്ഥിതി? ക്രൈസ്തവർ എന്ത് ചെയ്താലും പ്രശ്നമാണോ? ക്രൈസ്തവർ എന്ത് ചെയ്താലും പ്രശ്നമാണ്. ക്രൈസ്തവരുടെ പോലീസിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഒരു കാര്യങ്ങളും കേൾക്കുന്നില്ല. ക്രൈസ്തവ വിരോധികൾ എന്ത് പറയുന്നോ അതിനെ ഫുൾ സപ്പോർട്ടാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രൈസ്തവർക്കെതിരായ കേസുകൾ അങ്ങനെ എടുക്കുന്നു. അതെ, ക്രൈസ്തവർക്കെതിരായിട്ട് ക്രൈസ്തവ വിരോധിയായിട്ടുള്ള ആരെങ്കിലും ചെന്ന് ക്രൈസ്തവർക്കെതിരായിട്ടൊരു കേസ് കൊടുത്താൽ അത് പോലീസ് ക്രൈസ്തവർക്ക് എതിരായിട്ട് തന്നെ ഒരു കേസ് ഉണ്ടാക്കിയിരിക്കും. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിരോധികൾ എന്ന് പറയുന്ന ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ ബജ്രംഗ് ദളുണ്ട്, RSS ഉണ്ട്. അതുപോലെ ഒത്തിരി ഒരു സംഘടനയുടെയും പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏത് ക്രൈസ്തവ ആൻറ്റി ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ചെന്നാലും അത് പോലീസ് ക്രിസ്ത്യാനികളുമായിട്ട് സഹകരിക്കാത്തൊരു സ്ഥിതിയാണ്. തീവ്ര ഹിന്ദുത്വ വിഭാഗം. അതെ അങ്ങനെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് അവരുടെയാണ് കേൾക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ. നമ്മുടെ ഒന്നും കേൾക്കത്തില്ല, ഉൾട്ടയാവും. ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ മൊത്തം ഛത്തീസ്ഗഡ്. ദുർഗ് ഡിസ്ട്രിക്റ്റ് മാത്രമല്ല, മൊത്തം. ബൈബിളും കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. നമ്മൾ ഇപ്പം ഇവർ പല ക്രൈസ്തവരും പറയുന്നത് ക്രിസ്ത്യൻസ് ദേശദ്രോഹികളാണ്, ആൻറ്റി നാഷണൽസ് ആണ്. ബൈബിളും കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അടിച്ചിരിക്കും. ക്രൈസ്തവ വിരോധികൾ നമ്മളെ അടിച്ചിരിക്കും. നമ്മൾ ഒരെവിടെങ്കിലും നിന്നൊരു വചനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ക്രൈസ്തവ വിരോധികൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടികിട്ടും. ഇതിൽ ഒരു നടപടി വേണം. അതെ, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എല്ലാ മതക്കാരെയും ഒരുപോലെ കാണാനുള്ളതാകുന്ന ദൃഷ്ടി
അത് പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം, ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ സ്കൂളുണ്ട്, കോളേജുകൾ, ആശുപത്രികൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രസംഗങ്ങൾ, സഭകൾ, ചർച്ചുകൾ, ആരാധനാ മീറ്റിങ്ങുകൾ, പല പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അത് പോലീസിൻ്റെ ഒരു ഓഫീസറോ അല്ലെങ്കിൽ കളക്ട്രേറ്റിൽ നിന്ന് ഒരു അധികാരിയോ വന്ന് ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ബഹളം ഉണ്ടാക്കിയാണ് 50 പേര് 100 പേര് ഒരുമിച്ച് ഒരു പള്ളിയിലേക്ക് ഇടിച്ചു കയറുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി അക്രമം ചെയ്യുകയാണ്. അക്രമം ചെയ്തവർക്കെതിരായിട്ട് ഒരു കേസും ഇല്ല എന്നൊരു സിറ്റുവേഷനാണ് കേസ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് പാസ്റ്റർ വിനോദ് വ്യക്തമാക്കുന്നത്. ഛത്തീസ്ഗഡിൽ 25 വർഷമായി സുവിശേഷ പരിപാടികളുമായി നടക്കുന്ന ആളാണ് പാസ്റ്റർ വിനോദ്. ഇപ്പോൾ 4 വർഷമായിട്ട് ഒരു പരിപാടിയും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. കയ്യിൽ ബൈബിളുമായി പുറത്തിറങ്ങിയാൽ അടി കിട്ടുന്ന സ്ഥിതിയാണ് ഛത്തീസ്ഗഡിൽ എന്ന് തുറന്നു പറയുകയാണ് പാസ്റ്റർ വിനോദ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്.